ഹൈ ഗായ്സ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ആണ്. സോ അതിൻ്റെ പേരാണ് എംപ്ലോയി ബെനിഫിറ്റ്സ് എന്നുള്ള സ്റ്റാൻഡേർഡ്. സോ വാട്ട് ഈസ് എംപ്ലോയി ബെനിഫിറ്റ്സ്? എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ എംപ്ലോയീസ് കുറേ കാലം വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കമ്പനി എക്സ്ട്രാ സാലറിക്ക് പുറമെ പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ അത്രയും കാലത്ത് സർവീസിന് പകരമായിട്ട് കമ്പനി എക്സ്ട്രാ കൊടുക്കുന്ന ബെനിഫിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. സോ അതിന് ജസ്റ്റ് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ് പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ്, ഷോർട്ട് ടേം എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ്, അതർ ലോങ് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് ടെർമിനേഷൻ ബെനിഫിറ്റ്സ്. ഇതിന്റെ വാക്കിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. എന്താ പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? കുറച്ച് നമ്മുടെ എംപ്ലോയ്മെന്റ് പീരീഡ്, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരു 60 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടയർ ആവണം, റൈറ്റ് അല്ലേ? സോ ആ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് നമുക്ക് എന്താ പറയുക, 60 ഇയേഴ്സ്. എന്തൊക്കെയായിരിക്കും ആ റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്? പെൻഷൻ, മെയിനായിട്ട് പെൻഷൻ തന്നെ. ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് വേജസ് ആൻഡ് സാലറി, എക്സ്ട്രാ വേജസ് ആൻഡ് സാലറി, ബോണസ് കൊടുക്കുന്നത്, കമ്മീഷൻ കൊടുക്കുന്നത്. അതർ ലോങ് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് വേറെ ടൈപ്പ് ഓഫ് മെഡിക്കൽ ക്ലെയിംസ് അല്ലെങ്കിൽ അൺപെയ്ഡ് ലീവുകൾ, പെയ്ഡ് ലീവുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ടെർമിനേഷൻ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിൽ ഒരാളെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ കമ്പനി അവർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റുകളാണ് ടെർമിനേഷൻ ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത്. സോ പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റുകളെ കുറിച്ച് നമുക്ക് ഫസ്റ്റ് പഠിക്കാം. പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു മെയിൻ ആയിട്ടുള്ളത് പെൻഷൻ തന്നെയാണ്. സോ ഇതെങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. സോ ഈ ഒരു ബെനിഫിറ്റ് പ്ലാന്, ഈ ഒരു പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് പ്ലാൻ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പ്ലാൻ, രണ്ടാമത് ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാൻ. ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാൻ. സോ എന്താണ് ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പ്ലാൻ ആൻഡ് എന്താണ് ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാൻ? സോ കമ്പനികൾ അവരുടെ എംപ്ലോയീസിന് അവരുടെ റിട്ടയർമെന്റ് ആവുന്ന സമയത്ത് ഇത്തരം ബെനിഫിറ്റുകൾ കൊടുക്കുക എന്ന് പറയുന്നു. സോ കമ്പനിക്ക് ഇപ്പോൾ എന്തുണ്ട്? ഒരു ലയബിലിറ്റി ഉണ്ട്. കമ്പനികൾ ഈ ലയബിലിറ്റി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫണ്ട്, അവർക്ക് കൊടുക്കേണ്ട ആ ഫണ്ട് ഉണ്ടല്ലോ, ആ ഫണ്ട് ഇവർ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ. സോ എക്സാമ്പിൾ, ഒരു പെൻഷൻ ഫണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. പെൻഷൻ ഫണ്ട് കമ്പനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഒബ്ലിഗേഷൻ എമൗണ്ട്, ഓക്കെ, ഒരു എംപ്ലോയി ഉണ്ട്, അവരോട് പറഞ്ഞത് 60 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിട്ടയർ ആയി കഴിഞ്ഞാൽ എല്ലാ മാസവും 10,000 വെച്ച് തരാമെന്നാണ്. സോ ടോട്ടൽ ഒരു 10 lakh റുപ്പീസിൻ്റെ ഒബ്ലിഗേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഈ 10 lakh റുപ്പീസിൻ്റെ ഒബ്ലിഗേഷന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യും? ഈ ഒരു 10 lakh ഏതെങ്കിലും ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. ക്ലിയർ ആണോ? എന്നിട്ട് അപ്പോൾ അസറ്റ് വളരും, ഇൻവെസ്റ്റ്മെൻറ്റ് വളരും, അല്ലേ? സോ ഇൻവെസ്റ്റ്മെൻറ്റ് വളർന്നിട്ട് 60 വയസ്സ് കഴിയുമ്പോൾ കമ്പനി എന്ത് ചെയ്യും? ഈ ഒരു 10 ലക്ഷം രൂപ പതുക്കെ പെയ്ഡ് ഔട്ട് ചെയ്യും. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് ഈ ഒരു ബെനിഫിറ്റ് പ്ലാൻസ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പ്ലാൻ എന്ന് പറയുന്നത്, കമ്പനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പെൻഷൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, ഒരു പെൻഷൻ ഫണ്ടിൽ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ. സോ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കമ്പനി എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ കൊല്ലവും 1 ലക്ഷം വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എത്ര വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? 1 ലക്ഷം വെച്ചിട്ട്. സോ ഈ ഒരു അസറ്റിലോട്ട് കമ്പനി ഇങ്ങനെ 1 ലക്ഷം വെച്ച് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇവിടെ എംപ്ലോയിക്ക് കിട്ടുന്ന ബെനിഫിറ്റിന് പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡേർഡും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ലെവല് ഫിക്സഡ് അല്ല. മനസ്സിലായോ? കമ്പനി എന്ത് ചെയ്യും? എല്ലാ കൊല്ലവും ഈ 1 ലക്ഷം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും.
60 വയസ്സാകുമ്പോൾ ഇല്ലെങ്കിൽ ഇയാൾ റിട്ടയർ ആകുമ്പോൾ അന്ന് ആ അമൗണ്ടിൽ എത്ര കിടപ്പുണ്ടോ, കമ്പനി ഇങ്ങനെ 1 ലക്ഷം വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ എത്ര കിടപ്പുണ്ടോ അത് എംപ്ലോയിക്ക് കിട്ടും. മനസ്സിലായോ? പക്ഷെ ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ലെവല് ഫിക്സഡ് ആയിരിക്കും. കമ്പനി പറയും നിങ്ങൾ റിട്ടയർ ആകുമ്പോൾ ഞങ്ങൾ 10 lakh തരാം എന്ന് പറയും. അപ്പൊ കമ്പനി എന്ത് ചെയ്യുന്നു? എല്ലാ കൊല്ലവും 1 ലക്ഷം വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ആളുടെ വയസ്സ് എന്ന് പറയുന്നത് ഇപ്പൊ 52 വയസ്സാണ്. 60ാമത്തെ വയസ്സിലാണ് ആൾ എന്ത് ചെയ്യുന്നത്? റിട്ടയർ ആവുന്നത്. സോ എല്ലാ കൊല്ലം 1 ലക്ഷം എന്ന് പറഞ്ഞാൽ അയാൾ റിട്ടയർ ആകുമ്പോഴേക്കും എത്ര ലക്ഷം രൂപ ആവുള്ളൂ? ഫണ്ടില് 8 ലക്ഷം രൂപ ആവുള്ളൂ. അപ്പൊ കമ്പനി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ 2 lakh കൂടെ കയ്യിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ട് 10 lakh ആക്കി കൊടുക്കും. പക്ഷെ ഡിഫൈൻഡ് കോൺട്രിബ്യൂഷനിലായിരുന്നെങ്കിൽ കമ്പനി ഇത്രേ പറയുന്നുള്ളൂ, എല്ലാ കൊല്ലം 1 ലക്ഷം ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നേ പറയുന്നുള്ളൂ. സോ അയാൾ 60ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എത്ര രൂപ ഉണ്ടാവും? 8 ലക്ഷം ഉണ്ടാവും. ആ 8 ലക്ഷം വെച്ച് അയാൾ സമാധാനപ്പെടേണ്ടി വരും. ഇല്ല, അയാൾ 61ാമത്തെ വയസ്സിലാണെങ്കിൽ 9 ലക്ഷം ഉണ്ടാവും, അത് വെച്ച് സമാധാനപ്പെടേണ്ടി വരും. കമ്പനി എക്സ്ട്രാ ഒന്നും കൂട്ടി കൊടുക്കൂല. മനസ്സിലായോ? അതായത് ഇവിടെ ഒരു ടാർഗറ്റ് ഉണ്ട്. ബെനിഫിറ്റ്, അതായത് ബെനിഫിറ്റ് എന്താണ്? ഫിക്സഡ് ആണ്. ബെനിഫിറ്റ് ആൾറെഡി ഫിക്സഡ് ആണ്, അല്ലെങ്കിൽ ആൾറെഡി ഡിസിഷൻ മെയ്ഡ് ആണ്. 10 lakh എന്ന് പറയുന്നതാണ് അവിടുത്തെ ഫിക്സഡ് ആയിട്ടുള്ള അമൗണ്ട് എന്ന് പറയുന്നത്. മറ്റേത് അങ്ങനെ ഫിക്സഡ് അല്ല, ഫ്ലക്ച്വേറ്റിംഗ് ആണ്. റിട്ടയർ ആവുന്ന സമയത്ത് എത്രയുണ്ടോ അത്രയും കിട്ടും. അപ്പോൾ ഇവിടെ റിസ്ക്, ഇപ്പൊ ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പ്ലാനിൽ pays a fixed contribution into a separate entity that will have no legal or constructive obligation to pay further contribution. എന്ത് ചെയ്യില്ല? 10 ലക്ഷത്തിലോട്ട് 2 ലക്ഷം കൂടെ പേ ചെയ്യണം എന്നുള്ളത് ഒരു കൺസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ ലീഗൽ ഒബ്ലിഗേഷൻ ആണ് നമ്മുടെ ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാനിൽ. പക്ഷെ കോൺട്രിബ്യൂഷൻ പ്ലാനിലോട്ട് വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഒബ്ലിഗേഷൻ ഇല്ല. എത്രയാണുള്ളത് അത് കസ്റ്റമർക്ക് എടുത്തിട്ട് പോവാം. If the fund does not hold sufficient asset to pay all employee benefit relating to their service, ഓക്കെ, എന്താ പറയുക, അവിടെ അസറ്റ് ഇല്ല, അല്ലെങ്കിൽ ആ 10 ലക്ഷം ആയിട്ടില്ലെങ്കിലും കമ്പനി എന്ത് ചെയ്യില്ല? എക്സ്ട്രാ അമൗണ്ട് ഇടത്തൊന്നുമില്ല ഇഫ് ഇറ്റ് ഇസ് എ കോൺട്രിബ്യൂഷൻ പ്ലാൻ. സോ റിസ്ക് റിലേറ്റിംഗ് ടു ദ പ്ലാൻ ലൈ വിത്ത് ദി എംപ്ലോയി ഓർ റിട്ടയറി. സോ ആർക്കും അവിടെ വിഷയം? എംപ്ലോയിക്കാം. എംപ്ലോയി വിചാരിക്കും 10 lakh കിട്ടുമായിരിക്കും എന്നുള്ളത്. പക്ഷെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 10 lakh ആയില്ലെങ്കിൽ അതിൻ്റെ റിസ്ക് എംപ്ലോയിക്ക്, കാരണം കമ്പനി കൂടുതലൊന്നും ഇടാൻ പോകുന്നില്ല. സോ ഇതെങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പ്ലാൻ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പ്ലാൻ എന്ന് പറയുന്ന സമയത്ത് അതെങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിളാണ്. നമ്മൾ ഓരോ കൊല്ലവും ഉള്ള ആ എക്സ്പെൻസ് SOPയിൽ റെക്കഗ്നൈസ് ചെയ്യും. എന്നിട്ട് ഇപ്പം തന്നെ അത് കൊടുക്കുന്നുണ്ടോ? ഇല്ല. സോ അത് ഒരു ഒബ്ലിഗേഷൻ ആയിട്ട് എവിടെ വരും? SOFPയിൽ കിടക്കുന്നുണ്ടാവും. സോ കമ്പനി എല്ലാ കൊല്ലവും എന്ത് ചെയ്യുന്നു? 1 ലക്ഷം ഒരു അസറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് SOPL എംപ്ലോയി ബെനിഫിറ്റ് 1 ലക്ഷം. അതേസമയം അവിടെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. സോ ക്രെഡിറ്റ് ഒബ്ലിഗേഷൻ 1 lakh എന്ന് പറഞ്ഞ് കാണിക്കുന്നു. സോ പെൻഷൻ കോൺട്രിബ്യൂഷൻ SOPL എംപ്ലോയ്മെന്റ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നു. Expense of providing pensions in the period option same as the amount of contribution paid. If the contribution lower than the pension expense, accrual of SOFP arise. The contribution higher than the pension expense, prepayment in SOFP arise. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. സോ അതിന് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. DDF agrees to contribute 5% of employee remuneration into company's defined contribution plan each year. നമ്മൾ എന്ത് വിചാരിച്ചു? ഇവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ എല്ലാ കൊല്ലവും എന്ത് ചെയ്യാം? ഇവരുടെ റെമ്യൂണറേഷൻ്റെ 5% ഇങ്ങനെ പേ ചെയ്യാമെന്ന് പറഞ്ഞു. ദ കമ്പനി പെയ്ഡ് ടോട്ടൽ സാലറീസ് ഓഫ് 2 million ഇൻ ദി ഇയർ എൻഡഡ് 31st December 2021 ആൻഡ് ആൾസോ പെയ്ഡ് എ ബോണസ് ഓഫ് 5 lakh. സോ എത്ര ടോട്ടൽ റെമ്യൂണറേഷൻ വരിക? 2 million plus 5 lakh 2.5 million. And calculated in accordance with its profit share scheme in February 2022. By 31st December 2021, the company had contributed 1,04,000 into the plan during the year. So company ഇവിടെ എത്രയാ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്? പ്രോമിസ്ഡ് എത്രയാ? നമ്മുടെ റെമ്യൂണറേഷൻ്റെ 5%. അതായത് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 2 million plus 5 lakh കേട്ടോ. സോ എല്ലാം റെമ്യൂണറേഷൻ എല്ലാ അമൗണ്ടും കൂടെ കൂട്ടിയിട്ടുള്ളതാണ് റെമ്യൂണറേഷൻ വരിക. സോ 2.5 lakh ഓർ 25 lakh. ഈ 25 lakhന്റെ 5% അല്ലേ പ്രോമിസ് ചെയ്തത്?
എത്ര രൂപ? ദാറ്റ് ഈസ് 1,25,000. പക്ഷെ അവർ എത്ര ഇപ്പോൾ പേ ചെയ്തിട്ടുള്ളൂ? 1,04,000 അല്ലേ പേ ചെയ്തിട്ടുള്ളൂ. സോ പെയ്ഡ് ഈസ് 1,04,000. സോ ഇനി എത്രയും കൂടെ പേ ചെയ്യണം. അതായത് എൻഡ് ഓഫ് ദ ഡേ. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ അല്ല സാറേ ഇതിപ്പോൾ അവർ എക്സ്ട്രാ എമൗണ്ട് ഇടണ്ടേ? എക്സ്ട്രാ എമൗണ്ട് ഇടുന്നതാകുമ്പോൾ ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാൻ അല്ലേ നിങ്ങൾക്ക് തോന്നും. അങ്ങനെയല്ല, ഇവിടെ ഇവർ ഇടുന്നത് ഈ ഒരു പെർട്ടിക്കുലർ എക്സ്പെൻസിലോട്ടാണ്. ഈ എക്സ്പെൻസ് ഇവർ എന്ത് ചെയ്യും? 1,25,000 വെച്ചിട്ട് എല്ലാ കൊല്ലവും കൊടുക്കാമെന്നാണ് പറഞ്ഞത്. സോ ആൾ റിട്ടയർ ആവുന്ന സമയത്ത് ആൾ വിചാരിച്ചത് ഒരു 1 CR ആവുന്നതായിരിക്കും. പക്ഷെ 1 CR ആയില്ല, ഒരു 40 lakh ആയിട്ടുള്ളൂ എങ്കിൽ കമ്പനി എന്ത് ചെയ്യില്ല? എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യില്ല. അതായത് ആ ഒരു റിട്ടയർമെൻറ്റ് ടൈമിലാണ് ആ ഒരു സംഭവം വരുന്നത്. സോ ഒരു 40 lakh ആയുള്ളൂ എങ്കിൽ എംപ്ലോയി അത് വെച്ച് സാറ്റിസ്ഫൈ ആവുക, വേറെ വകുപ്പൊന്നുമില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ കൊല്ലവും കൊടുക്കാമെന്നുള്ളൊരു 1,25,000 ഉണ്ടല്ലോ, അത് കൊടുക്കണം. ഓക്കെ, സോ ഈ 1,25,000 എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. സോ ദാറ്റ് മീൻസ് ഇനി എത്രയും കൂടെ കൊടുക്കാനുണ്ട് കമ്പനി? 1,25,000 മൈനസ് 1,04,000, 21,000 കൂടെ കൊടുക്കാനുണ്ട്. സോ ദിസ് ഈസ് വിൽ ബി ദ ലയബിലിറ്റി. ദിസ് വിൽ ബി ദ ലയബിലിറ്റി. ക്ലിയർ ആണോ? ദിസ് വിൽ ബി ദ ലയബിലിറ്റി. ക്ലിയർ? എക്സ്ട്രാ കൊടുക്കാനുണ്ട്. സോ ക്ലിയർ ആണോ? ഒരു ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എനി ഡൗട്ട്സ്? ചോദിച്ചേ മക്കളെ, ഡൗട്ട് ചോദിച്ചേ, ചിന്തിച്ച് നോക്കി എന്തുണ്ടായെന്നുള്ളത്. സോ ഈ 1,20,000 നമ്മൾ എന്ത് ചെയ്യും? എല്ലാ കൊല്ലവും SOPL കാണിക്കും. ഓക്കെ, സോ ഇതിൽ ജേർണൽ എൻട്രി ഞാൻ കാണിച്ചു തരാം. ഡെബിറ്റ് SOPL എംപ്ലോയി ബെനിഫിറ്റ്. ഓക്കെ, എന്ന് ക്രെഡിറ്റ് ചെയ്യും. നമ്മളിവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ? ഇവിടെ തൽക്കാലം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ പേയ്മെൻറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ഒബ്ലിഗേഷൻ ഫോർ ലയബിലിറ്റി 1,25,000. ദെൻ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നു. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ പേയബിൾ എമൗണ്ട് എത്ര പോവും? നമ്മുടെ ക്യാഷ് പോവും ആൻഡ് ലയബിലിറ്റി കുറയും. ക്രെഡിറ്റ് ലയബിലിറ്റി ഓർ ദിസ് വൺ 1,04,000 ആൻഡ് എന്ത് ക്രെഡിറ്റ് ചെയ്യും? ക്രെഡിറ്റ് ക്യാഷ്. പക്ഷേ സ്റ്റിൽ നമ്മൾ ഇനി എത്രയും കൂടെ കൊടുക്കാനുണ്ട്? 21,000 കൂടെ കൊടുക്കാനുണ്ട്. സോ അത് നമ്മൾ ലയബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ, സോ സിമ്പിളായിട്ട് ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഈ പ്രോമിസ്ഡ് എമൗണ്ട്. ഓക്കെ, പ്രോമിസ്ഡ് എമൗണ്ട് എങ്ങോട്ട് പോകും? SOPLോട്ട് പോകും. ലയബിലിറ്റി വിൽ ഷോ ഇൻ ദി SOFP. ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് വാസ് ദ ക്വസ്റ്റ്യൻ നമ്പർ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. Calculate the pension expense for 20X6 and accrual or prepayment at the end of the year. And the question: an entity makes a contribution to the pension fund of employees at a rate of 5% of gross salaries. For convenience, the entity pays 10,000 per month into the pension scheme, with the balance being paid in the first month of following accounting year. The wages and salaries of 20X6 are 2.7 million. So company പറഞ്ഞത് promised എത്രയാ? 2.7 million 5%, right, into 5%. എത്ര ഉണ്ടാവണം? 1,35,000 അടച്ചിട്ടുണ്ടാവണം. പക്ഷെ എത്ര അടച്ചിട്ടുള്ളൂ? പെയ്ഡ് എല്ലാ കൊല്ലവും 10,000 വെച്ചിട്ട് 12 മാസമാണ് കമ്പനി അടച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് 1,20,000 അടച്ചിട്ടുള്ളൂ. ഇത് ഞാൻ കാണിച്ചു തരാം. 1,35,000 അടയ്ക്കേണ്ടടുത്ത് എത്ര അടച്ചേക്കുന്നത്? 1,20,000. ഇത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ 2.7 million എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 lakh. ഓക്കെ, 27 lakh into 0.05. ഓക്കെ, 1,35,000 പ്രോമിസ്ഡ് ആയോടുത്ത് എത്ര അടച്ചിട്ടുള്ളൂ? 1,20,000 അടച്ചിട്ടുള്ളൂ. സോ പ്രോമിസ്ഡ് വിൽ ഗോ ടു, നമ്മൾ എല്ലാ കൊല്ലവും SOPL എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യും. ആൻഡ് ഇത് നമ്മൾ ഇനിയും കൊടുക്കാനുണ്ട്. സോ SOFPയിൽ എന്ത് റെക്കഗ്നൈസ് ചെയ്യും? അക്രൂവൽ റെക്കഗ്നൈസ് ചെയ്യും, അഥവാ ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യും. എത്ര റെക്കഗ്നൈസ് ചെയ്യും? ഈക്വൽ ടു പേ ചെയ്തു ആൻഡ് 50,000 നമ്മൾ SOFPയിൽ അക്രൂവൽ റെക്കഗ്നൈസ് ചെയ്യും. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ?
ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അടുത്തതാണ് സെയിം ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാൻ. ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാൻ എന്ന് പറയുന്ന സമയത്ത് ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാൻ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു അഷുറൻസ് ഉണ്ട്. ഇവിടെ നമ്മുടെ റിസ്ക് ആൻഡ് റിവാർഡ്സ് ആർക്കാണെങ്കിൽ റിസ്ക് ആർക്കാണ്? കമ്പനിക്കാണ് ഇവിടെ റിസ്ക്. കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്ത അസറ്റ്, ഇപ്പോൾ കമ്പനി പറഞ്ഞേക്കുന്നത് എംപ്ലോയിനോട് നിങ്ങൾ റിട്ടയർ ആകുമ്പോഴേക്കും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട് ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, ഒരു 10 lakh കിട്ടുമെന്ന് പറയണം. കമ്പനി ഇന്ന് എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റോക്ക് മാർക്കറ്റ് 8 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിടുന്നു. 10 year കൊണ്ട് ഈ 8 lakh 8.5 lakh ആയുള്ളൂ. കമ്പനി വിചാരിച്ച പോലെ 10 lakh ആയില്ല. സോ ബാക്കി 1.5 lakh ആരിടണം? കമ്പനി കയ്യിൽ നിന്നിടണം. ദാറ്റ് ഈസ് ദ റിസ്ക്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കമ്പനി എംപ്ലോയിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എംപ്ലോയിക്ക് കമ്പനി എന്ത് ചെയ്യാനുണ്ട്, ബെനിഫിറ്റ് കൊടുക്കാനുണ്ട്. സോ ദർ ഈസ് എൻ ഒബ്ലിഗേഷൻ. എത്ര രൂപയുടെ ഒബ്ലിഗേഷൻ ഉണ്ട്? 10 lakh ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യും, ഇന്ന് ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് എത്ര രൂപ? 8 ലക്ഷം. ക്ലിയർ ആണോ? ഇനി ഈ ഒരു അമൗണ്ടിന് എല്ലാ കൊല്ലവും ഉണ്ടാകുന്ന ചേഞ്ചസ് ശ്രദ്ധിച്ചോ. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ചേഞ്ചസ് ശ്രദ്ധിച്ചോ. എല്ലാ കൊല്ലവും കമ്പനി എന്ത് ചെയ്യണം, ഈ അസറ്റിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. റൈറ്റ് ആണോ? കോൺട്രിബ്യൂഷൻ എല്ലാ കൊല്ലവും കമ്പനി എന്ത് ചെയ്യണം, ഈ അസറ്റിലോട്ട് ഇല്ലെങ്കിൽ ഇത്ര രൂപ വെച്ചിട്ട് ഈ അസറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ കമ്പനി എല്ലാ കൊല്ലവും 1 lakh വെച്ച് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. സോ അസറ്റിലോട്ട് എന്ത് ഇൻവെസ്റ്റ് ചെയ്യണം? കോൺട്രിബ്യൂഷൻ ചെയ്യണം. അല്ലെങ്കിൽ എല്ലാ കൊല്ലവും കോൺട്രിബ്യൂഷൻ ചെയ്യണം. അപ്പോൾ അസറ്റ് എന്ത് ചെയ്യും? കൂടും. അസറ്റ് എന്ത് ചെയ്യും? കൂടും. ഡെബിറ്റ് അസറ്റ്. പിന്നെ അതുപോലെ കമ്പനി എന്ത് ചെയ്യും, ചില സമയത്ത് ആൾക്കാർ വന്നിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കമ്പനി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോ കമ്പനി ബെനിഫിറ്റ് പേ ഔട്ട് ചെയ്യും. എന്ത് പേ ഔട്ട് ചെയ്യും? ബെനിഫിറ്റ് പേ ഔട്ട് ചെയ്യും. സോ ഒബ്ലിഗേഷൻ കുറയും. കറക്റ്റ് അല്ലേ? ബെനിഫിറ്റ് പെയ്ഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇനി അത് കൊടുക്കണമല്ലോ, കൊടുത്തു തീർന്നല്ലോ. സോ ബെനിഫിറ്റ് കുറയും, അഥവാ ലയബിലിറ്റി കുറയും. അതേസമയം തന്നെ ഇത് എവിടെ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കുക? അസറ്റിൽ നിന്ന് എടുത്തിട്ടല്ലേ കൊടുക്കുക. സോ അസറ്റും കുറയും. ക്ലിയർ ആണോ? സോ ബെനിഫിറ്റ് പെയ്ഡ് ഔട്ട്, ഒബ്ലിഗേഷൻ കുറയും, അതുപോലെ തന്നെ ബെനിഫിറ്റും കുറയും. സോ ഒബ്ലിഗേഷൻ കുറയുന്നു, when liability decreases debit, and അസറ്റും കുറയുന്നു, അസറ്റ് ക്രെഡിറ്റ്. ദെൻ കമ്പനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അടുത്തതാണ് സർവീസ് കോസ്റ്റ്. സർവീസ് കോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി സർവീസ് കോസ്റ്റ് 3 തരത്തിലുണ്ട്. ആക്ച്വലി സർവീസ് കോസ്റ്റ് 3 തരത്തിലുണ്ട്. കറന്റ് കോസ്റ്റ്, പാസ്റ്റ് കോസ്റ്റ് ആൻഡ് കർട്ടൈൽമെന്റ്. എന്താണ് കറന്റ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ. വാട്ട് ഈസ് കറന്റ് കോസ്റ്റ്? ഒബ്ലിഗേഷൻ കൂടുക. എങ്ങനെയാ മക്കളെ ഒബ്ലിഗേഷൻ കൂടുക? കമ്പനിയുടെ പുതിയ എംപ്ലോയി വല്ലതും വന്നിട്ടുണ്ടാവാം. ഓക്കെ, സോ ദാറ്റ് ഈസ് കറന്റ് കോസ്റ്റ്. അടുത്തത് പാസ്റ്റ് സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the present value obligation for employee service in prior periods. മുന്നേ എപ്പോഴെങ്കിലും നമ്മൾ എടുക്കാൻ മറന്നുപോയതോ അല്ലെങ്കിൽ പ്ലാൻ അമെൻമെന്റ് കാരണമോ അല്ലെങ്കിൽ കർട്ടൈൽമെന്റ് കാരണമോ ഒബ്ലിഗേഷൻ കൂടുന്നതിനെയാണ് എന്ത് പറയുന്നത്? പാസ്റ്റ് സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത്. കർട്ടൈൽമെന്റ് എന്ന് പറയുന്നത് കമ്പനി എന്ത് ചെയ്യും? എംപ്ലോയീസിനെ ഒഴിവാക്കും. മനസ്സിലായോ? റിഡക്ഷൻ ഇൻ നമ്പർ ഓഫ് എംപ്ലോയീസ്. നമ്മൾ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? പെട്ടെന്ന് തന്നെ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. കറക്റ്റ് അല്ലേ? സോ അതാണ് കർട്ടൈൽമെന്റ് എന്ന് പറയുന്നത്. സോ എപ്പോഴാണ് കർട്ടൈൽമെന്റ് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റ് എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കർട്ടൈൽമെന്റ് വരുമ്പോൾ, അല്ലെങ്കിൽ ആ റീസ്ട്രക്ചറിങ് കോസ്റ്റുകൾ അല്ലെങ്കിൽ ടെർമിനേഷൻ ബെനിഫിറ്റ് റെക്കഗ്നൈസ് ചെയ്യുമല്ലോ. ഇതിൽ ഏതാണോ ഏർലിയർ ഉള്ളത് അപ്പോഴാണ് കമ്പനി എന്ത് ചെയ്യുക? ഈ കർട്ടൈൽമെന്റ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒന്നെങ്കിൽ കർട്ടൈൽമെന്റ് സംഭവിക്കുമ്പോൾ അഥവാ റിഡക്ഷൻ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ടെർമിനേഷൻ ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ റിഡൻഡൻസി കോസ്റ്റ്, ആൾക്കാരെ പുറത്താക്കുകയാണല്ലോ, അപ്പോൾ ആ റിഡൻഡൻസി കോസ്റ്റ് റെക്കഗ്നൈസ് ചെയ്ത് ഏതാണോ നേരത്തെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് റെക്കഗ്നൈസ് ചെയ്യും. സോ സർവീസ് കോസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ലിഗേഷൻ കൂട്ടും. സർവീസ് കോസ്റ്റ് എന്താ ചെയ്യുക? കറന്റ് സർവീസ് കോസ്റ്റ് എന്താ ചെയ്യുക? ഒബ്ലിഗേഷൻ കൂട്ടും. സോ ക്രെഡിറ്റ് ഒബ്ലിഗേഷൻ ആൻഡ് P&L ലോട്ടാണ് അത് എക്സ്പെൻസ് ചെയ്യുക. ക്ലിയർ ആണോ?
സോ ഒബ്ലിഗേഷൻ എന്ത് ചെയ്യും? കറണ്ട് സർവീസ് കോസ്റ്റ് ഒബ്ലിഗേഷൻ കൂട്ടും. ഓക്കെ, ബെനിഫിറ്റ് കുറയ്ക്കും മീൻസ് ഡെബിറ്റ് ആണ് ഒബ്ലിഗേഷൻ. ഓക്കെ, ആൻഡ് ക്രെഡിറ്റ് ലയബിലിറ്റി. അടുത്ത സാധനമാണ് നെറ്റ് ഇൻട്രസ്റ്റ്. അതായത് ഒബ്ലിഗേഷൻ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക പ്രസൻറ്റ് വാല്യൂവിലാണ്. ഇപ്പോൾ 10 lakh നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവുക 10 lakhലല്ല, നമ്മൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഇപ്പോൾ ഒരു 8 lakh ആണെങ്കിൽ അതിലായിരിക്കും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കൊല്ലം കഴിയുമ്പോഴും അത് ഫ്യൂച്ചർ വാല്യൂയിലോട്ട് ആക്കണ്ടേ? സോ ദാറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ്. സോ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? ഒബ്ലിഗേഷനെ കൂട്ടും. സോ ക്രെഡിറ്റ് ലയബിലിറ്റി. സോ അതേസമയം തന്നെ നമ്മുടെ അസറ്റിന് എന്ത് കിട്ടും? നമുക്ക് ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടില്ലേ? സോ ഇൻട്രസ്റ്റ് അസറ്റ് ഇൻക്രീസസ്. ഓക്കെ, പ്ലാന്റ് അസറ്റ് കൂടുന്നു, ഒബ്ലിഗേഷൻ കുറയുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നെറ്റ് എമൗണ്ട് എടുക്കും. ഓക്കെ, എന്താ നെറ്റ് എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 100 കൂടി, നമുക്ക് റിട്ടേൺ കിട്ടിയത് 150 ആണ്. സോ 150 ഇൻകം കിട്ടുന്നു, ഫിനാൻസ് ഇൻകം കിട്ടുന്നു. 100 രൂപ എന്ത് പോകുന്നു? നമ്മുടെ ഫിനാൻസ് കോസ്റ്റ് പോകുന്നു, ഒബ്ലിഗേഷൻ പോകുന്നു. സോ എഫക്റ്റീവ്ലി നമുക്ക് 50 ഇൻകം കിട്ടുന്നു. സോ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് SOPL. ഇനി നേരെ തിരിച്ചാണ്, 50 രൂപയാണ് അസറ്റ് ഇൻക്രീസ് ചെയ്തോളൂ, 100 രൂപ ഒബ്ലിഗേഷൻ ഉണ്ടായി. ദാറ്റ് മീൻസ് 50 രൂപ നമുക്ക് എന്താണ്? റിഡക്ഷൻ ആണ്, കുറഞ്ഞു, നഷ്ടമാണ്. സോ ഡെബിറ്റ് SOPL. ഓക്കെ, ഇങ്ങനെ നമ്മളിത് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ക്ലോസിംഗ് ബാലൻസ് കിട്ടും. സോ കമ്പനിയിൽ ആക്ച്വറി എന്ന് പറയുന്ന ഒരാളുണ്ട്. ആക്ച്വറി. ഈ ആക്ച്വറിയുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റുകളും ലയബിലിറ്റികളും വാല്യൂറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത്തരം പെൻഷൻസിന് വേണ്ടിയിട്ട് ആക്ച്വറി വർക്ക് ചെയ്യും. എന്താ അവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും, നിങ്ങൾ ഫ്യൂച്ചറിൽ 10 lakh അല്ലേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, 10 lakh ആണല്ലോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒബ്ലിഗേഷൻ ഇപ്പോൾ പ്രസന്റ് വാല്യൂവിൽ 8 lakh നിങ്ങൾ എന്ത് ചെയ്യുന്നു? റെക്കഗ്നൈസ് ചെയ്യുന്നു. ആൻഡ് അസറ്റ് എന്ത് ചെയ്യുന്നു? എല്ലാ കൊല്ലവും 1 ലക്ഷം വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു സ്റ്റാർട്ടിങ്ങിൽ. ദെൻ ഫസ്റ്റത്തെ ഇയർ എൻഡ് ആവുന്ന സമയത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്ലോസിംഗ് ഉള്ളത് ഒരു 8.5 lakh ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഉള്ളത് ഒരു 1.5 lakh ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആക്ച്വലി പറയും, അയ്യോ ഇത്ര പോരാ. ഓക്കെ, ഇല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ശരിക്കും വരേണ്ടത്, അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് മിനിമം ഇത്ര വന്നാൽ മാത്രമേ നിങ്ങളുടെ 10 lakh ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ആവുള്ളൂ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ 10 lakh നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ആക്ച്വറി ഒരു പണി ചെയ്യും. ആക്ച്വറി ഇവിടെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യും. 8.7 വേണം ഒബ്ലിഗേഷൻ, അല്ലെങ്കിൽ 8.6 വേണം ഒബ്ലിഗേഷൻ. അതുപോലെ തന്നെ അസറ്റ് 2 lakh വേണമെന്ന് പറയും. സോ 8.5 lakh ഒബ്ലിഗേഷനെ കമ്പനി എന്ത് ചെയ്യണം? 8.6 ആക്കണം. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. എത്ര ഇൻക്രീസ് ചെയ്യണം? 0.1 ഇൻക്രീസ് ചെയ്യണം. അസറ്റിനെ കമ്പനി എന്ത് ചെയ്യണം? 2 lakhലോട്ട് ആക്കണം, അഥവാ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് 0.5 കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിനെയാണ്, ഈ ഒരു എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ രണ്ടെണ്ണത്തിനെയാണ് റീമെഷർമെന്റ് കോമ്പോണന്റ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? റീമെഷർമെന്റ് കോമ്പോണന്റ്. ക്ലിയർ ആണോ? ഇത് ആര് കാരണമാണ് വരുന്നത്? ആക്ച്വറി കാരണം. സോ ആക്ച്വറി എന്ത് സെറ്റ് ചെയ്യും? ക്ലോസിംഗ് ബാലൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതും നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് മാച്ച് ആവുന്നില്ലെങ്കിൽ അത് മാച്ച് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് റീമെഷർമെന്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അസറ്റുകൾ കൂട്ടാൻ വേണമെങ്കിൽ കൂട്ടും, കുറയ്ക്കാൻ വേണമെങ്കിൽ കുറയ്ക്കും. ലയബിലിറ്റി കൂട്ടാൻ വേണമെങ്കിൽ കൂട്ടും, കുറയ്ക്കാൻ വേണമെങ്കിൽ കുറയ്ക്കും. ചേഞ്ചസ് OCIയിലോട്ടാണ് പോകുന്നത്. ചേഞ്ചസ് എവിടേക്കാണ് പോവുക? OCIയിലോട്ട്. അപ്പോൾ നമുക്കിത് പറയുവാണെങ്കിൽ നമ്മുടെ SOPL SOFPL എന്തൊക്കെ വരും നോക്കാം. SOFPൽ നമ്മൾ ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യും, കറസ്പോണ്ടിങ് അസറ്റ് റെക്കഗ്നൈസ് ചെയ്യും. അസറ്റ് സീലിംഗ് നമ്മൾ പഠിക്കും. SOPL സർവീസ് കോസ്റ്റ്, എന്തെങ്കിലും അമെൻമെന്റ്സ് കട്ടേൽമെന്റ്സ് എല്ലാം ഇതാക്കും. ആൻഡ് നെറ്റ് ഇൻട്രസ്റ്റ്, ഫിനാൻസ് കോസ്റ്റ്, ഫിനാൻസ് ഇൻകവും SOPL കാണിക്കും. OCIയിൽ റീമെഷർമെന്റ് കോമ്പോണന്റ് കാണിക്കും. എന്ത് കാണിക്കും? റീമെഷർമെന്റ് കോമ്പോണന്റ്. ഇപ്പോൾ കണ്ട റീമെഷർമെന്റ് കോമ്പോണന്റ്. ക്ലിയർ ആണോ? സോ ശ്രദ്ധിക്കുക. നമുക്ക് മെഷർമെന്റ് കോമ്പോണന്റ് ആൻഡ് ഇതൊക്കെ നിങ്ങൾ വായിക്കുക കേട്ടോ. വൈ ദിസ് ഡിഫറൻസ് ഈസ് കമ്മിങ് ആൻഡ് ഓൾ. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 3.
സോ ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിളാണ് ഈ ടേബിൾ എന്ന് പറയുന്നത്. ഇതാണ് റീകൺസിലിയേഷൻ ടേബിൾ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം, നെറ്റ് ഡെഫിസിറ്റ് ഓർ സർപ്ലസ് ഓഫ് അസറ്റ്. ഓക്കെ, അതായത് പ്രസന്റ് വാല്യൂ ഓഫ് ഒബ്ലിഗേഷനിൽ നിന്നും അസറ്റ് കുറച്ചാൽ കിട്ടുന്ന നെറ്റ് എഫക്റ്റ്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നെറ്റ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ലെസ് ചെയ്യുന്നു. സർവീസ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. കോൺട്രിബ്യൂഷൻസ്, കാരണം കൊടുത്ത് ഒഴിവാക്കുകയാണല്ലോ, അതാണ് കോൺട്രിബ്യൂഷൻസ് പറയുന്നത്, കുറയ്ക്കുന്നു. ബെനിഫിറ്റ് പെയ്ഡ് എപ്പോഴും 0 ആയിരിക്കും, കാരണം ബെനിഫിറ്റ് പെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അസറ്റിൽ നിന്ന് എടുത്തിട്ട് ഒബ്ലിഗേഷൻ ഒഴിവാക്കുമല്ലേ. സോ ഡെബിറ്റ് അസറ്റ്, ക്രെഡിറ്റ് അസറ്റ് ആൻഡ് ഡെബിറ്റ് ഒബ്ലിഗേഷൻ അല്ലേ വരുന്നത്. സോ 0 ആയിരിക്കും, എഫക്റ്റ് എപ്പോഴും 0 ആയിരിക്കും കേട്ടോ. ആൻഡ് ഈ ബാലൻസ് നമ്മുടെ ആക്ച്വറി സെറ്റ് ചെയ്ത ബാലൻസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റീചെക്ക് ചെയ്യുന്നു. അപ്പോൾ റീമെഷർമെൻറ്റ് കോമ്പോണൻറ്റ് കിട്ടും, അത് നമ്മൾ OCയിൽ കാണിക്കും. ഓക്കെ, ഈ ടേബിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒന്നുകൂടെ എക്സ്റ്റെൻഡഡ് ഫോമാണ്, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് റീകൺസിലിയേഷൻ ടേബിൾ എന്ന് പറയുന്നത്. സോ വാട്ട് എവർ ദ മെത്തേഡ് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിലും ചെയ്യാം, റീമെഷർമെൻറ്റ് കോമ്പോണൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ 3 ചോദിച്ചേക്കുന്നത്, തുലിപ് T operates a defined benefit plan for its employees. The following information relevant to year ended 31st December 2001 required calculate the amount that Tulip should recognize in OCI. എന്ന് ചോദിച്ചേക്കുന്നത് എന്താ OCI റെക്കഗ്നൈസ് ചെയ്യുക, റീമെഷർമെൻറ്റ് കോമ്പോണൻറ്റ്. ഓക്കെ, സോ റീമെഷർമെൻറ്റ് കോമ്പോണൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 മെത്തേഡിൽ ചെയ്യാം, ഒന്നെങ്കിൽ ആ ടേബിൾ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ് ആക്ച്വലി. ഇതൊന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ്, ഇതൊന്നും കൂടെ ഷോർട്ടായിട്ടാണ്. സോ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ചെയ്യാം. നമുക്ക് രണ്ടും ചെയ്തു നോക്കാം. സോ ഞാൻ തൽക്കാലം ഇതെല്ലാം ഇങ്ങോട്ട് എടുത്തിടാം, വരും നോക്കട്ടെ. ഓക്കെ, സോ നമുക്ക് ടേബിളിലൂടെ കിട്ടിയിട്ടുണ്ട്. സോ ഇത് എനിക്ക് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് വിടാം. സോ എത്രയാണ് സ്റ്റാർട്ട് ഓഫ് ദ ഇയറിൽ, ഓക്കെ, സ്റ്റാർട്ട് ഓഫ് ദ ഇയറിൽ നമ്മുടെ പ്ലാൻഡ് അസറ്റ് എത്ര, അല്ലെങ്കിൽ നമുക്ക് എത്ര, അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ എത്ര. ഒബ്ലിഗേഷൻ എപ്പോഴും പ്രസന്റ് വാല്യൂലാണ് കാണിക്കേണ്ടത് നമ്മൾ പറഞ്ഞു അല്ലേ. സോ അസറ്റ് ആൻഡ് ഒബ്ലിഗേഷൻ എത്രയാണ്, ഫെയർ വാല്യൂ ഓഫ് പ്ലാൻഡ് അസറ്റ് ഈസ് 13.95. എത്രയാണ്, 13.95 പ്ലാൻഡ് അസറ്റ്. പ്ലാൻഡ് ഒബ്ലിഗേഷൻ എത്രയാ, 15.1. ഓക്കെ ആണോ, 15.1. സോ അത് നെഗറ്റീവിൽ കാണിക്കാം, പക്ഷേ ലയബിലിറ്റി റൈറ്റ്, അതുകൊണ്ട് ഞാനിവിടെ ഒരു കോളം കൂടെ ആഡ് ചെയ്യാം, ഇപ്പുറത്തോട്ട്. ഓക്കെ, സോ നിങ്ങൾക്കൊരു കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ഇവിടെ ഇതിൻ്റെ ഒന്നും ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉള്ളത്, ലയബിലിറ്റി ആണ് കൂടുതലുള്ളത്, അല്ലെങ്കിൽ നെറ്റ് ഡെഫിസിറ്റ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ എന്താ ഉള്ളത്, നെറ്റ് ഡെഫിസിറ്റ് ആണുള്ളത്. ഞാൻ ഒന്നുകൂടെ ഒരു കോളം കൂടെ. ഓക്കെ, സോ ഇവിടെ എന്താ ഉള്ളത്, നെറ്റ് ഡെഫിസിറ്റ് ആണുള്ളത്. കാരണം ഇവിടെ എന്താ അങ്ങനെ നെറ്റ് ഡെഫിസിറ്റ് ഉള്ള കാരണം, അസറ്റിനേക്കാൾ കൂടുതലാണ് ഇവിടെയുള്ള ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ അടുത്തത്, ഈ കമ്പനി എന്താ ചെയ്യുന്നത്, He made a contribution of 4,80,000 to the plan during the year as advised by actuaries and recorded current service cost of 4,65,000. So ഈ കൊല്ലം കോൺട്രിബ്യൂഷനും ഉണ്ട്, സർവീസ് കോസ്റ്റും ഉണ്ട്. കോൺട്രിബ്യൂഷൻ എങ്ങോട്ടായിരിക്കും ചെയ്യുക, അസറ്റിലോട്ടല്ലേ മക്കളെ കോൺട്രിബ്യൂഷൻ ചെയ്യുക അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യണ്ടേ, കാരണം ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, കുറവാണല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായത് കാരണം എങ്ങോട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ ആക്ച്വലി പറഞ്ഞത്, അസറ്റിലോട്ടാണ് കോൺട്രിബ്യൂഷൻ എപ്പോഴും ചെയ്യുക കേട്ടോ. കോൺട്രിബ്യൂഷൻ എപ്പോഴും കോൺട്രിബ്യൂഷൻ എന്നുള്ള വേർഡ് കേട്ട് തന്നെ ഓർമ്മ വരേണ്ടത് അസറ്റിലോട്ടായിരിക്കും. സോ ദാറ്റ് ഈസ് 0.480. ഓക്കെ, 0.48. ആൻഡ് സർവീസ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുക മീൻസ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുക. സോ സർവീസ് കോസ്റ്റ്, ഓക്കെ, സർവീസ് കോസ്റ്റ് എത്രയാണ്, minus 4,65,000, so 0.45, 0.465. ക്ലിയർ ആണോ? അടുത്തത് ബെനിഫിറ്റ്സ് പെയ്ഡ് ഔട്ട്. എത്ര ബെനിഫിറ്റ് പെയ്ഡ് ഔട്ട് ചെയ്യുന്നത്, 3,70,000. സോ ബെനിഫിറ്റ് പെയ്ഡ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ലിഗേഷനും കുറയും, അതുപോലെ തന്നെ എന്തും കൂടെ കുറയും, നമ്മുടെ അസറ്റും കുറയും. ക്ലിയർ ആണോ? അസറ്റും കുറയും, അതുപോലെ തന്നെ
ഇനി അസറ്റിൻ്റെ ആവശ്യമില്ല, കാരണം അവർക്ക് പെയ്ഡ് ഔട്ട് ചെയ്യാൻ മീൻസ് അവർക്ക് കൊടുത്ത് ഒഴിവാക്കുകയാണ്. സോ അസറ്റ് കുറഞ്ഞു 370, ദാറ്റ് ഈസ് 3,70,000 മീൻസ് 0.370. ആൻഡ് ഒബ്ലിഗേഷനും എന്ത് ചെയ്യും, കുറയും. ഒബ്ലിഗേഷൻ എങ്ങനെ, ഇവിടെയൊക്കെ മൈനസ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലസ് യൂസ് ചെയ്യാം 0.37. അപ്പോഴാണ് ഒബ്ലിഗേഷൻ കുറയുക. ഓക്കെ, ആൻഡ് ഇത് മൈനസ് അല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ മൈനസ് ഇട്ടേനെ. അടുത്തത് നെറ്റ് ഇൻട്രസ്റ്റ്. നെറ്റ് ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞു കമ്പനിക്ക് എന്ത് ചെയ്യും, ഓപ്പണിംഗ് ബാലൻസിൻ്റെ പുറത്താണ് കേട്ടോ. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ പുറത്ത് നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. അതെപ്പോഴും സെയിം തന്നെ ആയിരിക്കും. മാർക്കറ്റ് yield on high quality fixed rate corporate bond was 8% at 31st December 2001 was 7%. സോ സ്റ്റാർട്ടിങ്ങിൽ ഉള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആണുള്ളത്, 8% ആണുള്ളത്. സോ നമ്മൾ 8% എടുക്കുന്നു, 0.08. ഓക്കെ, സോ അസറ്റിന് റിട്ടേൺ കിട്ടി. ഇനി ലയബിലിറ്റി കൂടും അല്ലേ, കാരണം നമ്മളിതിനെ ഫ്യൂച്ചർ വാല്യൂയിലോട്ടാക്കുക അല്ലേ. സോ 0.08 വരുന്ന സമയത്ത് 1,208 വരും, നെഗറ്റീവ് കൊടുക്കണം. ഓക്കെ, 1,208 വരും. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ വരുന്നത് ശ്രദ്ധിച്ചോ, നമുക്ക് ടോട്ടൽ വരേണ്ടത് അസറ്റ് 15.176 നമുക്ക് ലയബിലിറ്റി വേണ്ടത് 16.43 ആവും. ഓക്കെ, ആ ഒരു ഓക്കെ ഇവിടെ നോക്കിക്കോ, ദിസ് വൺ പ്ലസ് ദിസ് വൺ 1.15 ഉണ്ടായിരുന്നത് സ്റ്റിൽ കൂടിയേക്കുമാണ് ചെയ്തേക്കണേ കേട്ടോ. ഓക്കെ, നമ്മൾ വേറൊരു കാര്യം കാണിച്ചു തരാം. കോൺട്രിബ്യൂഷൻസ്, ഇവിടെ കോൺട്രിബ്യൂഷൻ ഇല്ലേ, സോ കോൺട്രിബ്യൂഷൻ നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്യുന്നു. കോൺട്രിബ്യൂഷൻ അടിക്കാം, കോൺട്രിബ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, 0.48. ആൻഡ് ബെനിഫിറ്റ് പെയ്ഡ് മൈനസും പ്ലസും കൂടെ 0 ആയില്ലേ, 0 ബെനിഫിറ്റ് പെയ്ഡ്. അടുത്തത് സർവീസ് കോസ്റ്റ്. സർവീസ് കോസ്റ്റ് 0.65 ആണ്. നമ്മുടെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. സോ സർവീസ് കോസ്റ്റ് മൈനസ് ചെയ്യുന്നു. അത് തന്നെയല്ലേ നമ്മുടെ ആക്ച്വലി ആ ഒരു നെറ്റ് എഫക്റ്റ് ആണ് നമ്മുടെ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാണ് ഞാൻ പറയാൻ വേണ്ടി വരുന്നത്. സർവീസ് കോസ്റ്റ്, കോൺട്രിബ്യൂഷൻസ്, സർവീസ് കോസ്റ്റ് നമ്മൾ സർവീസ് കോസ്റ്റ് നമ്മളോട് ഇവിടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. ആൻഡ് നെറ്റ് ഇൻട്രസ്റ്റ് പ്ലസ് ഓർ മൈനസ് ചെയ്യും. പ്ലസ് ഓർ മൈനസ് എങ്ങനെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും നെറ്റാണ് വരിക. സോ 1,016 ആൻഡ് 1,208. സോ -92 ആയിരിക്കും ഇൻട്രസ്റ്റ് വരുന്നത്. ഓക്കെ, സോ കോൺട്രിബ്യൂഷൻസ് നമ്മൾ മൈനസ്, ലയബിലിറ്റി കുറയ്ക്കല്ലേ ചെയ്യുന്നത്, മൈനസ്. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു സം 1.257. ഇവിടെയോ 1.227. ഓൾമോസ്റ്റ് സെയിം തന്നെയല്ലേ കിട്ടിയത്, കണ്ടോ മക്കളെ, ഓൾമോസ്റ്റ് സെയിം തന്നെയല്ലേ കിട്ടിയത്. ഓക്കെ, സോ നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞത് രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാം. സോ നമുക്കിവിടെ 15.176ഉം അതുപോലെ തന്നെ ഇവിടെ 16.43 ഒബ്ലിഗേഷനും വന്നിട്ടുണ്ട്. ബട്ട് ഇവർ പറയുന്നത്, നമ്മുടെ ആക്ച്വറി പറയുന്നത്, ക്വസ്റ്റ്യൻ വായിക്കുക, ആക്ച്വറി പറയുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബെനിഫിറ്റിന് നന്നാവൂല. നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 15.08ഉം അസറ്റിൻ്റെ വാല്യൂ 15.08ഉം ലയബിലിറ്റിയുടെ വാല്യൂ 16.62 ആക്കണം. 16.62 ആക്കണം എന്നാണ് പറയുന്നത്. ക്ലിയറാണോ? സോ അതാക്കണമെങ്കിൽ അസറ്റ് എത്ര ഇൻക്രീസ് ചെയ്യണം, അസറ്റ് ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ? ഡിക്രീസ് ആയിരിക്കും ചെയ്യേണ്ടി വരിക. വട്ടവോ സോ -0.96 എന്ത് ചെയ്യണം, നമ്മൾ അസറ്റ് ഡിക്രീസ് ചെയ്യണം. ഓക്കെ, ആൻഡ് 0.04 ഉള്ള ലയബിലിറ്റി 0.62 ആക്കണം. ഓക്കെ, സോ ദാറ്റ് മീൻസ് 0.217 നമ്മൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. നിങ്ങൾക്ക് ഈ മൈനസിൻ്റെ വിഷയം ഉണ്ടെങ്കിൽ ഞാൻ കാര്യം കാണിച്ചു തരാം. 15.7 ഇത് നോക്കേണ്ട തൽക്കാലം. 15.7 ഇടുന്നു, ബെനിഫിറ്റ് പേ ഔട്ട് ചെയ്യുന്നു. സോ
ബെനിഫിറ്റ് പേ ഔട്ട് ചെയ്യുമ്പോൾ പിന്നെ ഒബ്ലിഗേഷൻ അവിടെ ഇല്ല, മൈനസ് സർവീസ് കോസ്റ്റ് നമ്മുടെ ഇത് ഇൻക്രീസ് ചെയ്യുന്നു, പോസിറ്റീവ്. നെറ്റ് ഇൻട്രസ്റ്റ് നമ്മുടെ ലാബിലിറ്റി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് നമ്മുടെ ലയബിലിറ്റി, ബെനിഫിറ്റ് നമ്മൾ 0.37 ഒഴിവാക്കി വിടുന്നു. ബെനിഫിറ്റ് ശരിയാവുന്നില്ലല്ലോ. 16.41 ആണ് വരേണ്ടത്. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആണല്ലോ. 15 പോയിന്റ്, ഇത് നെഗറ്റീവ് എടുക്കാണ്ട് ഇത് നെഗറ്റീവ് ആണ്. എൻ്റെ കോൺട്രിബ്യൂഷൻ പോസിറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റും പോസിറ്റീവ് വരുമ്പോൾ ഓക്കെ ഇപ്പോൾ കറക്റ്റായി. 16.403 തന്നെ വരും. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതെടുക്കുന്നു. അതിൽ നിന്നും ബെനിഫിറ്റ് പേ ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ലിഗേഷനും കുറയും, ആൻഡ് സർവീസ് കോസ്റ്റ് വരുമ്പോൾ ഒബ്ലിഗേഷന് കൂടും, ഇൻട്രസ്റ്റ് നമ്മുടെ ലാബിലിറ്റീനെ കൂട്ടുന്നു. സോ 16.403 ആണ് നമുക്ക് ലാബിലിറ്റി വരേണ്ടത്. സോ ഇവർ പറയുന്നത് ലാബിലിറ്റി എത്രയാക്കണം, 16.62 ആക്കണം. എങ്ങനെ 16.43യുടെ ലാബിലിറ്റി 40ന്റെ ലാബിലിറ്റി 16.62 ആക്കുന്നത്? അഗൈൻ ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യണം. എത്ര ഇൻക്രീസ് ചെയ്യണം? 0.217 ഇൻക്രീസ് ചെയ്യണം. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇവിടെ മൈനസ് തന്നെ എടുക്കണം എന്നില്ല, കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാം. സോ അപ്പോൾ നമുക്ക് നെറ്റ് ഡെഫിസിറ്റ് നോക്കാം. ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അസറ്റിൽ നിന്നും ലയബിലിറ്റി മൈനസ് ചെയ്യുമ്പോൾ മൈനസ് വന്നു. സോ ഇറ്റ്സ് എ നെറ്റ് ഡെഫിസിറ്റ്. ഓക്കെ, അതിൻ്റെ കൂടെ കോൺട്രിബ്യൂഷൻ, അത് ഈക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. കോൺട്രിബ്യൂഷൻസ് എന്താ ചെയ്യുന്നത്, നമ്മൾ ലെസ് ആണ് ചെയ്യുന്നത്, ലെസ് ചെയ്യുന്നു. ആൻഡ് ബെനിഫിറ്റ് പെയ്ഡ് കണ്ടോ 0 ആയിക്കോളും. ആൻഡ് സർവീസ് കോസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ആഡ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇൻട്രസ്റ്റ് നമുക്ക് അസറ്റിന് ഇൻട്രസ്റ്റ് എത്രയാണ് കിട്ടുന്നത്, 1.16 അല്ലേ. സോ അസറ്റ് മൈനസ് ലാബിലിറ്റി ചെയ്താൽ മതി. സോ 0.902 ഇൻട്രസ്റ്റ് വരും. സോ നമുക്ക് ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 0.157 നമുക്ക് ക്ലോസിങ് വരും. പക്ഷെ നമ്മളോട് പറയുന്നത് ഡെഫിസിറ്റ് ഇതെടുത്ത് നോക്കാം, ലയബിലിറ്റി ആൻഡ് ഇത് 1.54 ലാബിലിറ്റി വരണമെന്നാണ്, നെറ്റ് ലാബിലിറ്റി വരണമെന്നുള്ളത്. അപ്പോൾ എങ്ങനെ ഇത് ഇതിലോട്ടാക്കുക, മൈനസ് 1.25 മൈനസ്, അതായത് ലാബിലിറ്റി ഇനി എത്രയും കൂടെ എടുത്താൽ മതി, 2.283 കൂടെ എടുത്താൽ മതി. ഓക്കെ, 0.283 കൂടെ എടുത്താൽ മതി. സോ ഇങ്ങനെ ചെയ്താലും കറക്റ്റ് ആയിരിക്കും, നോ ഇഷ്യൂസ്. ഓക്കെ, സ്മാൾ റൗണ്ടിങ് ഡിഫറൻസസ് വരും, കുഴപ്പമില്ല കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞത്? സോ കമ്പനി എന്ത് ചെയ്യുന്നു, ഈ ഒബ്ലിഗേഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഒബ്ലിഗേഷൻ എന്ത് ചെയ്യുന്നു, പ്രസന്റ് വാല്യൂവിലാണ് റെക്കഗ്നൈസ് ചെയ്യുക. പ്രസന്റ് വാല്യൂവിൻ്റെ എഫക്റ്റ് കളയാനാണ് എന്ത് റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് റെക്കഗ്നൈസ്, നമ്മുടെ ലീസിലൊക്കെ ചെയ്യുന്ന പോലെ. അസറ്റിന് നമുക്ക് എന്ത് കിട്ടും, അസറ്റിന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ക്ലിയർ ആണോ? രണ്ടും സെയിം ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് എടുക്കേണ്ടത്, ശ്രദ്ധിക്കുക. അതും ഇയർ സ്റ്റാർട്ടിങ്ങിൽ, ആക്ച്വലി ഇത് ഇവിടെ വരേണ്ടതാണ്, ഈ കോൺട്രിബ്യൂഷൻ്റെ ഇപ്പുറത്ത് വരേണ്ടതാണ് കേട്ടോ. ഓക്കെ, ഇവിടെ വരേണ്ടതാണ്. ഓക്കെ, അവിടെ വരുന്നില്ല, ബട്ട് ഇത് ഇവിടെ വരേണ്ടതാണ്. ഓക്കെ, നമ്മൾ ഇട്ടപ്പോൾ അങ്ങനെ ഇട്ടുമെന്ന് മാത്രം. പിന്നെ ബെനിഫിറ്റ് പെയ്ഡ് ഔട്ട് ചെയ്താൽ രണ്ടും കുറയും. സോ 0 ആയിരിക്കും നെറ്റ് എഫക്റ്റ്. ആൻഡ് സർവീസ് കോസ്റ്റ് ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യും, ഇവിടെ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. സോ അങ്ങനെ നമുക്ക് ടോട്ടൽ ഇതാണ് കിട്ടേണ്ടത്. പക്ഷേ ആക്ച്വറി പറയുന്നത് എന്താണ്, ആക്ച്വറി എന്ന് പറയുന്ന ആൾ അനലൈസ് ചെയ്ത് പറയുന്നത് നമുക്ക് ഇത്രയും അസറ്റ് ലാബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ എംപ്ലോയിക്ക്. സോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, റീമെഷർ ചെയ്യുന്നു. സോ ഇതെവിടെ പോകും, OCIയിൽ പോകും, റീമെഷർമെൻറ്റ് OCIയിൽ പോകും. സോ നമുക്ക് ഓരോന്നിനെയും ജേണൽ എൻട്രിയും കൂടെ ഒന്ന് വൃത്തിക്ക് എഴുതി നോക്കിയാലോ. ഓക്കെ, നമുക്ക് കോൺട്രിബ്യൂഷൻ ഞാനിവിടെ എഴുതാം, ഇത് രണ്ടും ഡിലീറ്റ് ചെയ്യാം. സോ കോൺട്രിബ്യൂഷൻ ഡെബിറ്റ് അസറ്റ് ആൻഡ് ക്രെഡിറ്റ് ക്യാഷ്. ഓക്കെ, കറക്റ്റാണ്, പോസിറ്റീവ് ഫിഗർ ആയതുകൊണ്ട്. ആൻഡ് ബെനിഫിറ്റ് പെയ്ഡ് ഔട്ട്, ക്രെഡിറ്റ് ഒബ്ലിഗേഷൻ 0.37 ആൻഡ് ക്രെഡിറ്റ് അത് തന്നെ വരും. സോ ഇവിടെ ഞാൻ അമൗണ്ട്സും കൂടെ ആഡ് ചെയ്യാം, 0.48 ആൻഡ് 0.48 ആൻഡ് ഒബ്ലിഗേഷൻ്റെ അവിടെ ഡെബിറ്റ് ഒബ്ലിഗേഷൻ 0.37, എന്ത് ക്രെഡിറ്റ് ചെയ്യും, ക്രെഡിറ്റ് ബെനിഫിറ്റ് പെയ്ഡ് ഔട്ട് ഓഫ് ദ അസറ്റ്സ് 0.37
ആൻഡ് സർവീസ് കോസ്റ്റ് ഒബ്ലിഗേഷൻ ഇൻക്രീസ് ആണ്, സോ ക്രെഡിറ്റ് ചെയ്യും 0.3467 ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് 0.37. ദെൻ ഇവിടെ നമുക്ക് നെറ്റ് ഇൻട്രസ്റ്റ് എത്ര അസറ്റിന് ഇൻട്രസ്റ്റ് കിട്ടിയ 1.16 കിട്ടി, പക്ഷേ ക്രെഡിറ്റിന് 1.208 കൂടി. ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? നമ്മൾ ഒബ്ലിഗേഷൻ മീൻസ് നമുക്ക് ലാബിലിറ്റി അത്രയും കൂടി, എക്സ്പെൻസ് അത്രയും കൂടി. 1.208 എക്സ്പെൻസ് വന്നപ്പോൾ 1.116 നമുക്ക് ഇൻകം വന്നോളൂ. സോ കൂടുതലായിട്ട് എന്താണ് എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് പി ആൻഡ് എൽ എത്ര വരും? this one minus this one 0.902 വരും. 902 വരും. ക്ലിയർ ആണോ? സോ ഡെബിറ്റും കണ്ടോ 1.208 ഈക്വലായി. ദെൻ അതിനനുസരിച്ച് റീമെഷർമെൻറ്റ് ചെയ്യണം. റീമെഷർമെൻറ്റ് ഇവിടെ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്? അസറ്റ് കുറയ്ക്കണം. എങ്ങനെ അസറ്റ് കുറയ്ക്കും? ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് പ്ലാന്റ് അസറ്റ് എത്ര? 0.96 മൈനസ് ഇട്ട് കൊടുത്താൽ മതി. 0.96 ആൻഡ് ഒബ്ലിഗേഷൻ എന്ത് ചെയ്യണം? കൂട്ടണം. സോ ക്രെഡിറ്റ് ഒബ്ലിഗേഷൻ. സോ എത്ര വരും ക്രെഡിറ്റ് ഒബ്ലിഗേഷൻ? 0.217 ഇൻക്രീസ് ചെയ്യണം. സോ രണ്ട് ക്രെഡിറ്റും കൂടെ 0.313 നമ്മൾ എന്ത് ചെയ്യും? OCIയിൽ ഡെബിറ്റ് ചെയ്യും. ഓക്കെ ആണോ? ടു 0.93 നമ്മൾ എവിടെ കാണിക്കും? 313 നമ്മൾ OCIയിൽ കാണിക്കും. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? ഓക്കെ, ഇത്രയുള്ളൂ. സോ ഇതായിരിക്കും നമ്മുടെ ഓപ്പണിംഗ്. ഇതാണ് നമ്മുടെ ഓപ്പണിംഗ് ഉണ്ടാവുക, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവുക. ക്ലോസിംഗ് ബാലൻസ് ഇതല്ല ഉണ്ടാവുക, ഇതായിരുന്നു വരേണ്ടിയിരുന്നത്, പക്ഷേ ആക്ച്വലി പറഞ്ഞു ഇതിലോട്ട് എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിലോട്ട് എത്തിച്ചു. ഇതാണ് ക്ലോസിംഗ് വരിക കേട്ടോ. ദിസ് ഈസ് ദ ക്ലോസിംഗ് ആൻഡ് ദിസ് ഈസ് ദ ഓപ്പണിംഗ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ക്വസ്റ്റ്യൻ നമ്പർ 3 ക്ലിയർ ആണോ? സോ നമ്പർ 3. സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോസിൽ ചെയ്യാം. ഇതാദ്യം ഒന്ന് ചെയ്ത് പഠിച്ച മക്കളെ, എന്നിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പെട്ടെന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി.